എല്ലാവർക്കും നമസ്കാരം. ഉച്ചയൂണിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന അപാര രുചിയുള്ള ഒരു പഴയകാല നാടൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഏത്തക്കായ വെച്ചാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. പച്ച ഏത്തക്കായ 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് ഒന്നുകിൽ ചെത്തിക്കളയാം, അല്ലെങ്കിൽ നമുക്കിത് പൊളിച്ചെടുക്കണം. അപ്പം ഒരു പാനിലേക്ക് വെള്ളം നന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ ഏത്തക്കായ തൊലി കളഞ്ഞ് അരിഞ്ഞിടാൻ. അപ്പം ഞാൻ 2 ഏത്തക്കായും തൊലി കളഞ്ഞ് ഒരു 1/2 ഇഞ്ച് കനത്തിൽ, 1/2 ഇഞ്ച് തന്നെ വേണ്ട, അതിൽ ഇച്ചിരി കൂടെ കനം കുറച്ച് നമുക്കിതുപോലെ നെടുകെ പിളർന്ന് ഏത്തക്കായ അതിലേക്ക് അരിഞ്ഞിടാം. നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണം. അപ്പം നന്നായിട്ട് ഏത്തക്കായുടെ കറയെല്ലാം നന്നായിട്ട് പോകും. 2-3 വട്ടം കഴുകിയെടുത്ത് നമുക്ക് മൺചട്ടിയിലേക്ക് ചേർക്കാം. നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് നികക്ക വെള്ളം ഒഴിച്ച് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഒരു 1/2 ടീസ്പൂൺ വിരിയൻ മുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് നമുക്കിത് വേവിക്കാം. ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നിതൊന്ന് ഇളക്കി കൊടുക്കണം. ഏത്തക്ക ആയതുകൊണ്ട് അടിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിന് വേണ്ട ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ മുറി തേങ്ങ ചുരുണ്ടിയത്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 4-5 ചുവന്നുള്ളി. അപ്പം മിക്സിയുടെ ബൗളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരുവിധം നന്നായിട്ടിത് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഏത്തക്ക കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുവിധം വേവായി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഉപ്പ് ചേർക്കണം, അല്ലെങ്കിൽ ഏത്തക്ക കഷ്ണങ്ങളൊന്ന് കല്ലിച്ച് പോകും. നമുക്ക് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ആ മിക്സിയുടെ ബൗളിലേക്ക്, അരച്ച ബൗളിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം നീണ്ടു പോകാതെ ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് അരപ്പൊന്ന് തിളയ്ക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് നോക്കാം. ഈ സമയത്ത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഉടച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയുടെ എത്രയും നീട്ടം വേണമെന്നുള്ളതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ തൈര് ചേർക്കാൻ. പുളിയൊക്കെ ഒരുപാട് കൂടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു മീഡിയം പുളിയുള്ള തൈരായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 ലിറ്റർ തൈരോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് തൈര് കൂടെ ഞാൻ ചേർക്കുകയാണ്, കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കൊന്ന് കുറുകും. 2-3 ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു കറിയാണ് തൈര് ചേർക്കുന്നതുകൊണ്ട്. അപ്പം വീണ്ടും കുറച്ച് തൈര് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി, തിളയ്ക്കരുത്. തൈര് ചേർത്ത് കഴിഞ്ഞ് ചെറുതായിട്ട് ഒന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവ 1 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ തൈരൊക്കെ ചേർത്ത കറികൾ, ഉലുവായും ഒക്കെ ചേർത്ത കറികളാണെങ്കിൽ ചൂടിനൊരു ശമനമാണ് നമ്മൾ ഇങ്ങനത്തെ കറികൾ തയ്യാറാക്കുമ്പോൾ. തന്നെയല്ല, 2-3 ദിവസം കേടാകാതെ ഇരിക്കുന്ന കറി ആയതുകൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചാലും നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. ഇനി ഇതിന് നമുക്കൊരു വറവ് ചേർത്ത് കൊടുക്കണം. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉലുവായും കൂടി ഒരു മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4-5 ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വാങ്ങി ചൂടൊക്കെ ആറിയിരിപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ തൈരൊക്കെ ചേർക്കുന്ന കറി ആയതുകൊണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ആ പുളിയൊക്കെ ഒന്ന് പാകത്തിന് ആകും. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ താളിപ്പ് ചേർക്കുമ്പോൾ. അപ്പോൾ താളിപ്പും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഈ ഫ്ലേവറെല്ലാം നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങും. 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞിട്ട് മൂടി തുറന്ന് നന്നായിട്ട് ഈ താളിപ്പ് കറിയിലേക്ക് ഇളക്കി ചേർത്ത് ചോറിന് ഉഗ്രൻ രുചിയിൽ ഒരു അടിപൊളി ഏത്തക്കായ തൈര് കറി റെഡി. അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.